പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെതിരെ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ട്. 1000-ലധികം പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കവേ ജിഷ എതിർത്തപ്പോൾ അമീർ അതിക്രൂരമായി ജിഷയെ കൊലപ്പെടുത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അമീറുൽ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പാക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ കുറ്റപത്രത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. ജിഷയുടെ ചുരിദാറിൽ പുരണ്ട ഉമിനീരിൽ നിന്ന് പ്രതിയുടെ DNA വേർതിരിച്ചെടുത്തു. ജിഷയുടെ നഖങ്ങളിൽ അമീറുൽ ഇസ്ലാമിന്റെ തൊലി പറ്റിപ്പിടിച്ചിരുന്നു. ഇതിൽ നിന്നും DNA ശേഖരിച്ചു. ചുരിദാറിലെ ചോരയിൽ നിന്നും വീട്ടിലെ വാതിലിൽ പറ്റിയ ചോരയിൽ നിന്നും അമീറിന്റെ DNA വേർതിരിച്ചെടുത്തു. കൊലക്കത്തിയിൽ നിന്നും പ്രതിയുടെ ചെരുപ്പിലെ രക്തക്കറയിൽ നിന്നും DNA കണ്ടെത്തി. കൂടാതെ ചെരുപ്പിൽ പതിഞ്ഞ മണൽ ജിഷയുടെ വീട്ടിലേതാണെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലവും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. 1000-ലധികം പേജ് വരുന്ന കുറ്റപത്രത്തിൽ 600 പേജോളം മൊഴികൾ മാത്രമാണ്. 195 സാക്ഷികളെക്കുറിച്ചും 75 തൊണ്ടുമുതലുകളെക്കുറിച്ചും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. കൊലപാതകം, ബലാത്സംഗം, ലൈംഗിക അതിക്രമം, തെളിവ് നശിപ്പിക്കൽ, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം തുടങ്ങി 7 വകുപ്പുകളാണ് അമീറുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP S ശശിധരനാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ മാസം 20-ന് കോടതി കുറ്റപത്രം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യ വധക്കേസിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുന്ന നിയമമന്ത്രി സർക്കാർ അഭിഭാഷകരുമായും കേസ് വാദിച്ച മുതിർന്ന അഭിഭാഷകരുമായും ചർച്ച നടത്തി. 30 ദിവസത്തിനകം പുനഃപരിശോധനാ ഹർജി നൽകണമെന്നാണ് ചട്ടം. അതിനു മുൻപ് തന്നെ പഴുതുകൾ അടച്ചുള്ള ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. ദില്ലിയിലെത്തിയ നിയമമന്ത്രി AK ബാലൻ സർക്കാർ സുപ്രീം കോടതിയിൽ നിയമിച്ച 3 സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകരുമായും കേസ് വാദിച്ച മുതിർന്ന അഭിഭാഷകനുമായും ഇന്നലെ തന്നെ വിശദമായ ചർച്ച പൂർത്തിയാക്കി. ക്രിമിനൽ ചട്ടങ്ങൾ പ്രകാരം സ്ത്രീപീഡനവും തുടർന്നുള്ള കൊലപാതകത്തിലും ശിക്ഷാ ഇളവ് സുപ്രീം കോടതി നൽകുന്നത് എല്ലാ വശവും പരിശോധിച്ച ശേഷമാണ്. സൗമ്യ കേസിലാകട്ടെ ട്രെയിനിനുള്ളിൽ വെച്ച് ഗോവിന്ദചാമി ആക്രമണം നടത്തിയതും അതിനുശേഷം ട്രെയിനിന് പുറത്തു വെച്ച് ബലാത്സംഗം ചെയ്തതും കോടതി ശിക്ഷ നൽകി. പക്ഷേ ഇതിനിടയിൽ മരണകാരണമായ മുറിവ് കാര്യത്തിലാണ് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ വിധിന്യായത്തിൽ പിഴവുണ്ടെന്ന് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു അടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഇര കൊല്ലപ്പെട്ടാൽ ആക്രമണകാരിക്കെതിരെ കൊലക്കുറ്റം ചുമത്താമെന്ന് 300-ാം വകുപ്പ് പറയുന്നുണ്ട്. ഇതനുസരിച്ച് ചട്ടം 302 വകുപ്പ് ചുമത്തി വധശിക്ഷ നൽകാം. പക്ഷേ സൗമ്യ കേസിൽ അതുണ്ടായില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും പുനഃപരിശോധനാ ഹർജി നൽകുന്നത്. നിലവിൽ കേസ് വാദിച്ചത് മുതിർന്ന അഭിഭാഷകനായ തോമസ് P. ജോസഫാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്ന T. ആസിഫ് അലിയുടെ ശുപാർശ പ്രകാരമാണ് തോമസ് P. ജോസഫിനെ മുൻ സർക്കാർ നിയമിച്ചത്. ഈ തോമസ് P. ജോസഫിനെ മാറ്റും. പകരം മറ്റൊരു മുതിർന്ന അഭിഭാഷകനെ നിയമിക്കും. ചേംബറിൽ പരിശോധിക്കുന്ന പുനഃപരിശോധനാ ഹർജി തള്ളിയാൽ തിരുത്തൽ ഹർജി നൽകുന്നതും സർക്കാർ ആലോചിക്കുന്നുണ്ട്. എന്ത് മാർഗം ഉപയോഗിച്ചായാലും ഗോവിന്ദചാമിക്ക് വധശിക്ഷ വാങ്ങി നൽകാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൗമ്യ കേസ് വിധിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ പ്രതീക്ഷയുണ്ടെന്ന് സൗമ്യയുടെ അമ്മ സുമതി. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട ശ്രമം നടത്തുന്നതിനിടെയാണ് സൗമ്യയുടെ അമ്മയുടെ പ്രതികരണം. ഗോവിന്ദചാമിക്ക് വധശിക്ഷ നൽകണമെന്ന സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്നും സർക്കാർ സ്വീകരിച്ചിരുന്ന നടപടികളിൽ പ്രതീക്ഷയുണ്ടെന്നും സുമതി പറഞ്ഞു. മുഖ്യമന്ത്രി വീട്ടിൽ വരുമെന്ന് പറഞ്ഞതിനാൽ ഉടൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ലെന്നും സുമതി അറിയിച്ചു. വധശിക്ഷ വിധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സുപ്രീം കോടതിയിലെ കേസ് വന്നേ പറ്റൂ. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണകൂടം ചെയ്യുന്നുണ്ട്. കോടാരക്കോടി ജനം എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സാറ് ഇപ്പം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഡൽഹിയിലെത്തിയ നിയമമന്ത്രി AK ബാലൻ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലർമാരുമായി വിശദമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേസ് നടത്തിപ്പിന് ഏറ്റവും മികച്ച അഭിഭാഷകനെ രംഗത്തിറക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. വിധിയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ തുടർ നടപടി സ്വീകരിക്കുന്നതിലൂടെ നീതി ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ കഴിയുകയാണ് സൗമ്യയുടെ അമ്മ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യോഗ്യത മറികടന്നുള്ള സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ നടപടി സ്വീകരിച്ച് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി. ബാങ്ക് ഗ്യാരണ്ടിയുടെ പേരിൽ പ്രവേശനം നിരസിച്ച വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകണമെന്ന് മേൽനോട്ട കമ്മിറ്റിയുടെ ഉത്തരവ്. ചട്ടവിരുദ്ധമായ പ്രവേശനത്തിൽ എറണാകുളം ശ്രീനാരായണ മെഡിക്കൽ കോളേജിന് മുന്നറിയിപ്പ് നൽകി. മറ്റ് 3 കോളേജ് അധികൃതരെ വിളിച്ചുവരുത്തി തെളിവെടുക്കാനും തീരുമാനിച്ചു.
ഈ വർഷത്തെ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ യോഗ്യത മറികടന്നുള്ള മാനേജ്മെന്റ് നടപടിക്കെതിരെ 400ഓളം പരാതികളാണ് പ്രവേശന മേൽനോട്ട സമിതിയായ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിക്ക് ലഭിച്ചത്. ഇതിൽ ശക്തമായ നടപടിയുമായാണ് സമിതി മുന്നോട്ടു പോകുന്നത്. അപൂർണമായ ബാങ്ക് ഗ്യാരണ്ടിയുടെ പേരിൽ അപേക്ഷകൾ നിരസിച്ച വിദ്യാർത്ഥികൾക്ക് വീണ്ടും പ്രവേശനത്തിന് അവസരം നൽകണമെന്ന് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് എറണാകുളം നോർത്ത് പരവൂരുള്ള ശ്രീനാരായണ മെഡിക്കൽ കോളേജിന് സമിതി മുന്നറിയിപ്പും നൽകി. കൌൺസിലിംഗിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കണമെന്നും സമിതി മാനേജ്മെന്റിനെ അറിയിച്ചു. ചട്ടം മറികടന്നുള്ള ഒരു പ്രവേശനവും മേൽനോട്ട സമിതി അംഗീകരിക്കില്ലെന്നും ജെയിംസ് കമ്മിറ്റി വ്യക്തമാക്കി. വ്യാപകമായി വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ നിരസിച്ചതിൽ മറ്റ് 3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാനും സമിതി തീരുമാനിച്ചു. ഈ മാസം 20-നാണ് തെളിവെടുപ്പ് നടക്കുക. യോഗ്യതയും നീറ്റും അട്ടിമറിച്ച് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ പ്രവേശനം നടത്തുന്നതിനെതിരെ വ്യാപകമായ പരാതികളാണ് ഉയർന്നുവന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദളിത് നേതാവ് ജിഗ്നേഷ് മെവാനിയെ വീട്ടുതടങ്കലിലാക്കി. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി ഇന്നലെ വൈകിട്ട് മെവാനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. മെവാനിയെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തുന്നു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്? ഗുജറാത്തിൽ ദളിത് നേതാവ് ജിഗ്നേഷ് മൊഹാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. വിവിധ ഇടത് സംഘടനകളുടെ സംയുക്തമായുള്ള നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ദില്ലി ജന്തർ മന്ദറിൽ പുരോഗമിക്കുകയാണ്. ജിഗ്നേഷ് മൊഹാനിയെ ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് വിട്ടയച്ചു എന്നൊരു വാർത്തകൾ വന്നിരുന്നു. എന്നാൽ വീണ്ടും ജിഗ്നേഷ് മൊഹാനി ഇപ്പോൾ വീട്ടുതടങ്കലിലായിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നമ്മൾ ഗുജറാത്ത് പോലീസൊക്കെയായി ബന്ധപ്പെട്ടു. അപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിന ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഈ ആഘോഷ പരിപാടികൾ തടസ്സപ്പെടുത്താൻ ചില ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിഗ്നേഷ് മൊഹാനി അറസ്റ്റ് ചെയ്തതെന്നാണ് ഗുജറാത്ത് പോലീസ് പറയുന്നത്. അതിനാൽ നരേന്ദ്രമോദിയുടെ ജന്മദിന ആഘോഷം പൂർണ്ണമായി പൂർത്തിയാകാതെ നിലവിൽ ജിഗ്നേഷ് മൊഹാനിയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കില്ലെന്നും നിലവിൽ പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം എന്തായാലും ഉയരുകയാണ്. 100 കണക്കിന് പ്രവർത്തകരും മറ്റും ദില്ലി ജന്തർ മന്ദറിൽ എത്തിയിട്ടുണ്ട്. ഇടത് പ്രവർത്തകർ, CPM, അതോടൊപ്പം SFI ഒക്കെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം CPM PB അംഗം കൂടിയായ സുഭാഷിണി അലി നമ്മളോടൊപ്പം ചേരുകയാണ്. Comrade, how will you look on this house arrest of Jignesh Mehani? You see, it is very apparent that the Modi government is feeling that they are getting isolated, and that is why they are reacting in this completely sort of irrational, sort of unnecessary. They are using force. Modi is going for his birthday in Gujarat. He is the Prime Minister of this country. Jignesh Mevani, he is a young man from the Dalit community. He said we should not allow this celebration. But we know what is the state power, the strength of the state. Instead of reacting like a normal democratic government, as soon as he returned from Delhi, ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ പുലികളിക്ക് തയ്യാറായി ഇരിക്കുകയാണ്. 10 സംഘങ്ങളാണ് ഇത്തവണ മത്സരിക്കാനായി എത്തിയിരിക്കുന്നത്. പെൺപുലികളുമുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ മത്സരത്തിന്റെയൊക്കെ പുലികളിയുടെയൊക്കെ പ്രത്യേകത. വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദിൽജിത്ത്, എങ്ങനെയാണ് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? എങ്ങനെയാണ് മറ്റ് ഒരുക്കങ്ങൾ? തീർച്ചയായും സൗമ്യ, അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പോൾ 10 സംഘങ്ങളും അവരുടെ മടകളിൽ നിന്നുള്ള പുറപ്പെടൽ ആരംഭിച്ചിരിക്കുകയാണ്. ഘോഷയാത്രയായി എനിക്ക് പുറകിലായി കാണുന്ന നടുവിലാൽ പരിസരത്തേക്കാണ് ആദ്യമായി പുലികൾ എത്തുക. ഇവിടെ നാളികേരം ഉടച്ച ശേഷമാണ് രംഗത്തേക്ക് ഇറങ്ങി പുലികളി ആരംഭിക്കുക. ഏകദേശം ഒരു ടീമിൽ 40 പുലികളും 35ഓളം വാദ്യമേളക്കാരും അതോടൊപ്പം തന്നെ 100ഓളം സംഘാടകരും അടങ്ങുന്ന സംഘമായാണ് ഘോഷയാത്ര എത്തുക. അതോടൊപ്പം പുലികളിക്കൊപ്പം പുലിക്കൊട്ടിനും ഒപ്പം താളം പിടിച്ച് പുലികൾ എത്തുന്നതിനൊപ്പം തന്നെ മറ്റ് നിശ്ചല ദൃശ്യങ്ങൾ, ഫ്ലോട്ടുകൾ എന്നിവ അടക്കമുള്ള ആകർഷകമായ കൗതുക കാഴ്ചകളും ഓരോ സംഘങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇക്കുറി ഒരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് ചരിത്രത്തിൽ ആദ്യമായി പെൺപുലികളും മത്സരത്തിനായി എത്തുന്നുണ്ട് എന്നതാണ്. വിയൂർ, അയ്യന്തോൾ എന്നീ ദേശങ്ങളിൽ പെൺപുലികൾ മത്സരത്തിനായി എത്തുന്നുണ്ട്. ഇവർ അവരുടെ പുലിമടകളിൽ നിന്ന് വേഷവിധാനങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിച്ച് ഇവിടെ നടുവിലാലിൽ എത്തിച്ചേർന്ന് നാളികേരം ഉടയ്ക്കുന്നതോടുകൂടി തന്നെ മത്സരം ആരംഭിക്കേണ്ടതാണ്. സ്വരാജ് റൗണ്ടിൻ്റെ 3 ഭാഗങ്ങളിലായി വിധി നിർണയത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്ത ഭാഗങ്ങളിലൂടെയാണ് ഓരോ ദേശവും എത്തിച്ചേരുന്നത്. ഇവർക്ക് പ്രത്യേകമായി സമയം നിർണ്ണയിച്ച് നൽകിയിട്ടുണ്ട്. ഈ സമയപ്രകാരം അവർ എത്തിച്ചേരുകയും
തുടർന്ന് ഓരോ വലം വെച്ച് സ്വരാജ് റൗണ്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയുമാണ് ചെയ്യുന്നത്. ഏതായാലും ഇക്കുറി 10 ടീമുകൾ മയിലിപ്പാടം ദേശം, വിയൂർ ദേശം, കുട്ടൻകുളങ്ങര, നായ്ക്കനാൽ, വടക്കേ അങ്ങാടി, അയ്യന്തോൾ, സന്തോഷ് ക്ലബ്ബ് കൊക്കാല, ശ്രീഭദ്ര ആർട്സ് ക്ലബ്ബ്, വിവേകാനന്ദ സേവാ സമിതി, പാട്ടുരായ്ക്കൽ എന്നീ ദേശങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം പുലികളി സംഘങ്ങൾ നടുവിലാലിൽ എത്തിച്ചേർന്ന് നാളികേരമുടച്ച മത്സരത്തിന് തുടക്കം കുറിക്കും. ഒരുപക്ഷെ ദിൽജിത്ത്, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കാര്യങ്ങൾ കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഒരുപക്ഷെ പുലികളി സംഘങ്ങൾക്കുള്ള തുക, അത്തരത്തിൽ വൈവിധ്യമാർന്ന നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊക്കെ കൂടുതൽ ആകർഷകമാക്കാനുള്ള ഒരു ശ്രമം ഇത്തവണ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും എല്ലാ തവണയും വരുന്ന പോലെ വിദേശികൾ അടക്കമുള്ളവർ പുലികളിക്ക് സാക്ഷ്യം വഹിക്കാനായി എത്തുന്നുണ്ട്. അത്തരം ആളുകളുടെ ഒക്കെ തന്നെ വലിയൊരു തിരക്ക് അവിടെയുണ്ടോ? അവരുടെ ഒരു പൂരനഗരിയിലെ ഒരു ആവേശം, അല്ലെ പുലികളിയുടെ അരങ്ങേറുന്നതിന് മുമ്പുള്ള ഒരു ആവേശം എങ്ങനെയാണ്? തീർച്ചയായും സൗമ്യ, പുലികളി വീക്ഷിക്കുന്നതിനായി വലിയ ഒരു സംഘം ആളുകൾ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരിക്കുന്നു. ഇവർക്കായി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസ് സന്നാഹങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് വിദേശികൾക്കായി പ്രത്യേക പവലിയനുകൾ, വനിതകൾക്കും വികലാംഗർക്കുമായി പ്രത്യേക പവലിയനുകൾ, അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ എന്നിവയും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അക്ഷമരായി പുലികളി ആരംഭിക്കുന്നതിനായുള്ള കാത്തിരിപ്പിലാണ്. പ്രത്യേകിച്ച് 4 മണിക്ക് മുമ്പായി ആദ്യ പുലികളി സംഘം എത്തുമെന്നായിരുന്നു സമയം തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ ഘോഷയാത്ര വേദിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു താമസം നിൽക്കുന്നത് കൊണ്ട് തന്നെ കാണികളെല്ലാം ഇപ്പോഴും അക്ഷമരായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം സംഘങ്ങൾ എത്തിച്ചേരും. ആദ്യം അയ്യന്തോൾ, വടക്കേ അങ്ങാടി, മയിലിപ്പാടം, വിയൂർ എന്നീ ദേശങ്ങൾക്കാണ് സമയം അനുവദിച്ച് നൽകിയിരുന്നത്. സ്വരാജ് റൗണ്ടിൻ്റെ 4 വശങ്ങളിലൂടെ ഇവർ ഉള്ളിലേക്ക് കടക്കുകയും തുടർന്ന് വിധി നിർണയം നടക്കുന്ന 3 പോയിന്റുകളിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. പുലിവേഷം, പുലിക്കൊട്ട്, അച്ചടക്കം, ടാബ്ലോ എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക സമ്മാനങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവയിലെല്ലാം തന്നെ വ്യത്യസ്തതകൾ പുലർത്താൻ ഓരോ ടീമും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അവസാന നിമിഷം പുറത്തെത്തുന്ന വ്യത്യസ്തമായ രഹസ്യ അറകൾ ഉൾപ്പെടുന്ന പുലിവണ്ടികൾ അവസാന നിമിഷമാവും പുറത്തെടുക്കുക. ഇത്തരത്തിൽ പുലിവണ്ടികളിൽ അടക്കമുള്ള രഹസ്യങ്ങൾ, അതിൻ്റെ കൗതുക ചിപ്പുകൾ തുറക്കുന്നത് കാഴ്ച കാണാൻ എല്ലാവരും കാത്തിരിപ്പിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയായ ഉത്രട്ടാതി വള്ളംകളി, അതിന് വിവരങ്ങളുമായി ബിജേഷ് ചേരുന്നുണ്ട്. ബിജേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, വള്ളംകളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറ്റ്സ്, എ ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് അവസാനിച്ചിരിക്കുന്നു. അതിൽ മല്ലപ്പുഴശ്ശേരി, മരാമൺ, മേലുകര എന്നീ 3 വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റിവയ്ക്കുക. ഇനി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം 14 ഹീറ്റ്സുകളിലായിട്ട് ഈ 50 പള്ളിയോടങ്ങളാണ് മത്സര രംഗത്ത് ഉള്ളത്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേള എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളിക്ക് നിരവധി ആൾക്കാരാണ് കാണാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഇത്തവണത്തെ കാഴ്ചക്കാരുടെ എണ്ണം കൂടുതലുണ്ട് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ സുരക്ഷയും വളരെ അധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പരമ്പരാഗത രീതിയിൽ തുഴയെറിഞ്ഞെത്തുന്ന പള്ളിയോടങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുന്നത് എന്നതും ഒരു പ്രത്യേകതയുണ്ട്. കളക്ടർ ആർ ഗിരിജിയാണ് പതാക ഉയർത്തിയതോടുകൂടിയാണ് വള്ളംകളി മത്സരങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായത്. കേന്ദ്രമന്ത്രി എച്ച് എൻ ആനന്ദ്കുമാർ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയിച്ചിരുന്നത്. അത് പക്ഷേ അദ്ദേഹത്തിന് അവസാന നിമിഷം എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് സംസ്ഥാന ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് ആണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 10 മണിയോടുകൂടി ഘോഷയാത്ര ആരംഭിച്ചിരുന്നു. ഉച്ചയ്ക്ക് 3:30യോടുകൂടിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. ആദ്യം 14 ഹീറ്റ്സുകളിലായിട്ട് മത്സരങ്ങൾ നടക്കുന്നു. അതിനുശേഷം ആണ് ഫൈനലിലേക്ക് എത്തുക. ഇപ്പോൾ എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിലേക്ക് 3 വള്ളങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരങ്ങളാണ്, ഹീറ്റ്സ് മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, വിജേഷ് നടുവിലാണ് വിവരങ്ങൾ നൽകിയത്. ചിറ്റാറിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കാർണിവലിൽ ജയന്റ് വെയിലിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2ാമത്തെ കുട്ടിയും മരിച്ചു. ഇന്ന് പുലർച്ചെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് 15 വയസ്സുകാരി പ്രിയങ്കയുടെ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രിയങ്ക വെന്റിലേറ്ററിലായിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കാർണിവലിൽ ജയന്റ് വെയിലിൽ നിന്നും തെറിച്ചു വീണ ഗുരുതരമായ പരിക്കുകളോടെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയായിരുന്ന പ്രിയങ്കയുടെ മസ്തിഷ്ക മരണം ഇന്ന് പുലർച്ചെയോടെയാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വെന്റിലേറ്ററിലായിരുന്ന പ്രിയങ്കയുടെ ആരോഗ്യസ്ഥിതി ഇന്നലെ അർദ്ധരാത്രിയോടെ വഷളാവുകയായിരുന്നു.
പുലർച്ചെയോടെ 15 വയസ്സുകാരി പ്രിയങ്കയുടെ മസ്തിഷ്ക മരണം സംഭവിച്ചു. തിരുവല്ലയിലെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ അപേക്ഷ പരിഗണിച്ച് മൃതസഞ്ജീവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെൺകുട്ടിയുടെ അവയവങ്ങൾ രക്ഷിതാക്കൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ കഴിയുന്ന തൊടുപുഴ സ്വദേശി സാബുവിന് മാറ്റിവെക്കാനായി കൊണ്ടുപോയി. മറ്റവയവങ്ങളും വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. പ്രിയങ്കയോടൊപ്പം തന്നെ ജെയിൻവീലിൽ നിന്നും തെറിച്ചുവീണ സഹോദരൻ അലൻ തൽക്ഷണം മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പി ജയരാജനെ ക്ഷണിച്ചതിന്റെ പേരിൽ RSSകാർ വിവാഹം ബഹിഷ്കരിച്ചു. കൂത്തുപറമ്പ് പാലായിലെ വിവാഹമാണ് RSSകാർ ബഹിഷ്കരിച്ചത്. പി ജയരാജന്റെ FB പോസ്റ്റിലാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഒരാൾ വരുന്നു, എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയില്ല, അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് ക്ഷണക്കത്ത് തന്നു, ഇത്രാം തീയതിയാണ് നിങ്ങൾ കല്യാണത്തിന് വരണം. ഈ വരൻ്റെ അച്ഛൻ വന്നിട്ട് കല്യാണത്തിന് ക്ഷണിക്കുന്നത്. അപ്പോൾ എന്നെ ക്ഷണിച്ചതിൻ്റെ പേരിൽ RSSനെ കുറച്ച് സ്വാധീനമുള്ള പ്രദേശമാണ് അവിടെ. RSSകാർ പൂർണ്ണമായിട്ട് ആ കല്യാണ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇതാണ് അവർ ഉണ്ടാക്കുന്ന സംസ്കാരം. സാമൂഹ്യമായിട്ടുള്ള ചടങ്ങുകളുണ്ടല്ലോ, കല്യാണം, വിവാഹം, മരണം. അപ്പോൾ ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് പോവുക. അപ്പോൾ അത്തരം ചടങ്ങുകളിൽ പോലും രാഷ്ട്രീയ വിരോധം പ്രകടിപ്പിക്കാനുള്ള നിലക്കുള്ള ഒരു ബോധവൽക്കരണം RSSനകത്ത് നടക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് അസഹിഷ്ണുതയുടെ അങ്ങേത്തലക്കാണ് RSS നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് ആപ്ലിക്കേഷന്റെ വീഴ്ച കണ്ടെത്തിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഫേസ്ബുക്കിന്റെ $16,000 വീണ്ടും സമ്മാനം ലഭിച്ചു. കൊല്ലം ചാത്തന്നൂർ MES എഞ്ചിനീയറിംഗ് കോളേജിലെ 6ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അരുൺ എസ് കുമാറാണ് സമ്മാനത്തിന് അർഹനായത്. ഫേസ്ബുക്കിന്റെ പേജ് ടേക്ക് ഓവർ എന്ന ഇന്റർനാഷണൽ ബഗ്ഗാണ് അരുൺ കണ്ടുപിടിച്ചത്. ആർക്ക് വേണമെങ്കിലും 10 സെക്കൻഡിനുള്ളിൽ മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് പേജ് കോപ്പി ചെയ്യാമെന്നതാണ് ഫേസ്ബുക്കിന്റെ പ്രധാന വീഴ്ചയായി അരുൺ കണ്ടെത്തി. ഫേസ്ബുക്കിന്റെ പേജ് ടേക്ക് ഓവർ എന്ന ഇന്റർനാഷണൽ ബഗ്ഗാണ് അരുൺ കണ്ടുപിടിച്ചത്. ആർക്ക് വേണമെങ്കിലും 10 സെക്കൻഡിനുള്ളിൽ മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് പേജ് കോപ്പി ചെയ്യാം. ഇത് ഫേസ്ബുക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലാണെന്നാണ് അവരുടെ തന്നെ വിശദീകരണം. ഇതിന്റെ പ്രതിഫലമായാണ് സമ്മാനത്തുക ലഭിച്ചത്. ഇതിനു മുമ്പ് 6 തവണ ഫേസ്ബുക്കിൽ നിന്നും അരുണിന് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആർക്കും അഡ്മിൻ പവർ എടുക്കാം, അത് ഏതൊരു പേജും ടേക്ക് ഓവർ ചെയ്യാമെന്നാണ് എൻ്റെ ലേറ്റസ്റ്റ് ഫൈൻഡിങ്സ്. അതിൽ ബിൽ ഗേറ്റ്സിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ അത്രയും വലിയൊരു ഫേമസ് പേഴ്സണാലിറ്റിയുടെ പേജ് ടേക്ക് ഓവർ ചെയ്തെടുക്കാം, ഡിലീറ്റ് ചെയ്യാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആക്ഷൻസ്, ഹയർ പ്രയോറിറ്റി ആക്ഷൻസ് വരെ നമുക്ക് ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞു കൊടുത്തത്. അതിന് ഫേസ്ബുക്ക് പാർഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് ഒരു $16,000 തന്നിട്ടുണ്ട്. ഇതുവരെ ഇത്രയും വലിയൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല ഈ വർഷം. കഴിഞ്ഞ ആഗസ്റ്റിൽ US ലാസ് വെഗാസിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്ത് സെക്യൂരിറ്റി വിഭാഗം അരുണിനെ ക്ഷണിച്ചു വരുത്തി ആദരിച്ചതിന് തൊട്ടുപിന്നാലെയാണ് അരുണിന്റെ പുതിയ കണ്ടെത്തൽ. ഫേസ്ബുക്ക് സീനിയർ സെക്യൂരിറ്റി എഞ്ചിനീയർ നീൽപുളാണ് അരുണിന് പാരിതോഷികത്തിന്റെ ആദ്യ ഗഡു അയച്ചത്. ചിറക്കര പഞ്ചായത്തിലെ UD ക്ലാർക്ക് സുരേഷ് കുമാറിന്റെയും നാഗലക്ഷ്മിയുടെ മകനാണ് അരുൺ. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തലസ്ഥാനത്തെ ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് വൈദ്യുത അലങ്കാര പണികളിൽ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട്. പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ ചെയ്ത ദീപാലങ്കാര പണികളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ക്രമക്കേട് നടന്നതായും കാട്ടി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് റിപ്പോർട്ട് കൈമാറി. ഉദ്യോഗസ്ഥ ഒത്താശയോടെ കരാർ ഏറ്റെടുത്തത് ദേവസ്വം ബോർഡ് മരാമത്ത് പണികളിൽ വിലക്കേർപ്പെടുത്തിയ വിവാദ കരാറുകാരൻ. ഓണത്തോടനുബന്ധിച്ച് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ്, MLA ഹോസ്റ്റൽ, പബ്ലിക് ഓഫീസ്, മ്യൂസിയം, നിയമസഭാ മന്ദിരം എന്നിവിടങ്ങളിൽ ദീപാലങ്കാരം നിർവഹിക്കാൻ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗമാണ് ടെൻഡർ നൽകിയത്. 425 മെറ്റൽ ഹാലജൈഡ് കളർ ലാമ്പുകളും 10,000-ഓളം LED സീരിയൽ സെറ്റുകൾക്കുമായിട്ടാണ് PWD ടെൻഡർ നൽകിയത്. ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടന ദിവസമായ 11-ാം തീയതിക്ക് മുമ്പായി ജോലി പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഉദ്ഘാടന ദിവസത്തിനു ശേഷവും ടെൻഡറിൽ പറയുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചില്ലെന്ന് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ കളർ ലാമ്പുകൾക്ക് പകരമായി വൈറ്റ് ലാമ്പുകൾ വ്യാപകമായി ഉപയോഗിച്ചതായും ജോലി നേരിൽ കണ്ട് വിലയിരുത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ടിലുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടു കൂടിയാണ് കരാറുകാരൻ ക്രമക്കേട് കാട്ടിയതെന്ന ആക്ഷേപം ശക്തമാണ്. ടെൻഡർ തുകയുടെ നിശ്ചിത ശതമാനം തുക പെർഫോമൻസ് ഗ്യാരണ്ടിയായി കെട്ടിവെക്കണമെന്ന സർക്കാർ ഉത്തരവ് മറികടന്നാണ് കരാറുകാരൻ കരാർ സ്വന്തമാക്കിയെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഏറ്റെടുത്ത ജോലികളിൽ കൃത്യവിലോപം കാട്ടിയതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുമ്പ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ കരാറുകാരൻ ഇത്തവണ ഓണം വാരാഘോഷത്തിന്റെ ദീപാലങ്കാര ജോലികൾ ഏറ്റെടുത്തത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം.